അസാസിൻസ് ക്രീഡ് ഗെയിമിംഗ് ഫ്രാഞ്ചൈസിലെ തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി മാറിയ ക്യാരക്ടർ, മൊത്തം അസാസിൻസ് ക്രീഡ് സീരീസിന്റെയും രാജാവ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, അൽത്താർ എന്ന മാസ്റ്റർ അസാസിന്റെ പാത പിന്തുടർന്ന് മാസ്റ്റർ ഓഫ് അസാസിനായി മാറിയ, ലോകമെമ്പാടും അസാസിൻസ് ക്രീഡ് ഫാൻസിന്റെ മനസ്സിൽ ആരാധന നിറച്ച അസാസിൻസ് ക്രീഡ് 3, അസാസിൻസ് ക്രീഡ് ബ്രദർഹുഡ്, അസാസിൻസ് ക്രീഡ് റെവലേഷൻസിലെയും പ്രൊട്ടഗണിസ്റ്റായ എസിയോ ഓഡിറ്റോറി ദ ഫിറൻസിനെ കുറിച്ചാണ്. ജൂൺ 24 ഫ്ലോറാൻഡ നോബിൾമാനായ ജിയോവാണി ഓഡിറ്റോറിയുടെയും മേരിയുടെയും മകനായാണ് എസിയോ ജനിച്ചത്. ഇരുവരുടെയും രണ്ടാമത്തെ മകനാണ് എസിയോ. കുഞ്ഞിനെ കയ്യിലെടുത്ത ജിയോവാണി ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് എസിയോ ഓഡിറ്റോറി ദ ഫിറൻസെ എന്ന് വിളിച്ചു. ഈഗിൾ എന്ന അർത്ഥം വരുന്ന പേരാണ് എസിയോയുടേത്. 17 വയസ്സുവരെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചാണ് എസിയോ വളർന്നത്. പാർക്കർ സ്കില്ലുകളെ കുറിച്ചുള്ള അറിവ് എസിയോയ്ക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കിടയിൽ പ്രസിദ്ധനായിരുന്നു എസിയോ. ക്രിസ്റ്റീന എന്ന സ്ത്രീക്ക് വേണ്ടി വിയേരഡി പാസെ എന്നാളും ഉണ്ടായ ഫൈറ്റിലാണ് എസിയോയുടെ ചുണ്ടിലെ ഐക്കോണിക്കായ സ്കാർ മാർക്ക് വരുന്നത്. ചെറുപ്പം മുതൽക്കേ എന്തും ചെയ്യാനുള്ള തന്റെ ഇടം എസിയോയ്ക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, തന്റെ അച്ഛനും അമ്മയും പറയുന്നത് എസിയോ അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു. ചേട്ടനായ ഫ്രെഡറിക്കോയുടെ ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ് എസിയോ. പിന്നെ അനിയനായ പെട്രീഷയുടെ സ്നേഹവുമായിരുന്നു. ക്ലൗഡി എന്ന അനിയത്തിയും എസിയോയ്ക്കുണ്ട്. എസിയോയുടെ അമ്മയ്ക്ക് പെയിന്റിംഗ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ലിയാനാർഡോ ഡാവിഞ്ചിയുമായി എസിയോയ്ക്ക് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതെ ഗൈസ്, നമ്മുടെ പ്രശസ്തനായ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ലിയാനാർഡോ ഡാവിഞ്ചിയാണത്. അങ്ങനെ ഒരിക്കൽ എസിയോ വീട്ടിലില്ലാത്ത സമയത്താണ് അച്ഛനായ ജിയോവാണിയെയും തന്റെ 2 സഹോദരങ്ങളെയും രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടയ്ക്കുന്നത്. ഇതറിഞ്ഞ എസിയോ ഗാർഡ്സ് കാണാതെ അച്ഛനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നേരിൽ കണ്ട എസിയോയോട് ഇതിൽ എന്തോ ചതിയുണ്ടെന്നും വീട്ടിൽ പോയി അവിടെ ഒരു ഹിഡൻ ചെസ്റ്റിലെ സാധനങ്ങൾ പുറത്തെടുത്ത് അതിൽ കാണുന്ന ലെറ്റർ എടുക്കണമെന്നും അത് ഓഡിറ്റോറി കുടുംബത്തിന്റെ സുഹൃത്തായ ഉബർട്ടോ ആൽബർട്ടിക്ക് കൊടുക്കണമെന്നും ജിയോവാണി പറയുന്നു. വീട്ടിൽ പോയി ചെസ്റ്റ് തുറന്ന എസിയോയ്ക്ക് ഒരു അസാസിന്റെ ഡ്രസ്സും ഒരു പൊട്ടിയ ഹിഡൻ ബ്ലേഡും കിട്ടുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ കത്ത് എസിയോ ഉബർട്ടോ ആൽബർട്ടിക്ക് കൊടുക്കുന്നു. ആ കത്ത് വായിച്ച് തന്റെ അച്ഛനെയും സഹോദരങ്ങളെയും കുറ്റവിമുക്തരാക്കാമെന്ന് ഉബർട്ടോ എസിയോയ്ക്ക് വാക്കുകൊടുക്കുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം എസിയോ കാണുന്നത് തന്റെ അച്ഛനെയും സഹോദരങ്ങളെയും തൂക്കിലേറ്റാൻ നിർത്തിയിരിക്കുന്നതാണ്. അതുമാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്നത് തന്റെ അച്ഛൻ വിശ്വസിച്ച സുഹൃത്തായ ഉബർട്ടോയും. 17 വയസ്സ് മാത്രം പ്രായമുള്ള എസിയോ അന്നാദ്യമായി തന്റെ ജീവിതത്തിൽ ചതി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. എസിയോ തടയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ഉബർട്ടോ അവരെ തൂക്കിലേറ്റുന്നു. എസിയോയെ പിടിച്ച് കൊല്ലാനും ഉബർട്ടോ ഓർഡർ നൽകി. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് പാവോല എന്ന സ്ത്രീ നടത്തുന്ന വേശ്യാലയത്തിൽ അഭയം തേടി. തുടർന്ന് എസിയോ തന്റെ ഹിഡൻ ബ്ലേഡ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന തന്റെ ഉറ്റ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി തന്നെ റിപ്പയർ ചെയ്യുന്നു. പിന്നെ തന്റെ പ്രതികാരം തീർക്കാനായി ഉബർട്ടോയെ കണ്ടെത്തുകയും പിന്നീട് പലതവണ കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഫ്ലോറൻസിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി എസിയോ മാറി. അതിനുശേഷം തന്റെ അമ്മയെയും സഹോദരിയെയും കൂട്ടി സ്പെയിനിലേക്ക് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ഇടയ്ക്ക് വെച്ച് തന്റെ അങ്കിളായ മാരിയോ ഓഡിറ്റോറിയെ എസിയോ കാണുന്നു. പിന്നീട് മാരിയോ അവരെ അയാളുടെ കാസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് മാരിയോ അവരുടെ കുടുംബത്തിന്റെയും അസാസിൻസിന്റെയും ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. തന്റെ അച്ഛനെ പോലെ താനും ഒരു അസാസിനായി മാറണമെന്ന് മാരിയോ എസിയോട് പറയുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ മാരിയോ എസിയോയെ ട്രെയിൻ ചെയ്യിക്കുന്നു. പക്ഷേ അമ്മയെയും സഹോദരിയെയും കൂട്ടി സ്പെയിനിലേക്ക് മാറുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് എസിയോ പറയുന്നു. എന്നാൽ പിന്നീടുള്ള ചിന്തയിൽ തന്റെ അച്ഛന്റെയും സഹോദരങ്ങളുടെയും മരണത്തിന് കാരണമായവരെ എല്ലാവരെയും തേടിപ്പിടിച്ച് കൊല്ലാൻ എസിയോ തീരുമാനിച്ചു. എസിയോ എന്ന അസാസിന്റെ ജനനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫ്ലോറൻസിന്റെ ഭരണം കയ്യിലെടുക്കാനുള്ള ടെംപ്ലേഴ്സിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് എസിയോയ്ക്ക് തന്റെ കുടുംബത്തെ നഷ്ടമായത്. ടെംപ്ലർ മാസ്റ്ററായ റോഡ്രിഗോ ബോർജയുടെ പ്ലാൻ ആയിരുന്നു എല്ലാം. തുടർന്നുള്ള 12 കൊല്ലം എസിയോ ഇറ്റലിയുടെ പല ഭാഗത്തും യാത്ര ചെയ്ത് ഇതിന്റെ ഭാഗമായിരുന്ന പലരെയും തേടിപ്പിടിച്ച് കൊല്ലുന്നു. ലിയാനാർഡോ ഡാവിഞ്ചി അൽത്താർ എഴുതിയ ക്രിപ്റ്റക്സുകൾ കോഡ് ചെയ്യാനായി എസിയോയ്ക്ക് സഹായിക്കുന്നു. ഇതിലൂടെ എസിയോയ്ക്ക് ആവശ്യമായ അഡ്വാൻസ്ഡ് ആയ ഹിഡൻ ബ്ലേഡ്, ഹിഡൻ ഗൺ, പിന്നെ ഫ്ലൈയിങ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഇതിലൂടെ അസാസിൻസ് ക്രീഡ് ക്രിയേറ്റേഴ്സ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന ജീനിയസിനെ കാണിച്ചു തരികയാണ്. റിയൽ ലൈഫിലാണെങ്കിൽ പോലും പല രഹസ്യങ്ങളും ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകമാണ് ലിയാനാർഡോ ഡാവിഞ്ചി. അൽത്താറിന്റെ എല്ലാ ക്രിപ്റ്റക്സുകളും ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു വലിയ രഹസ്യം സൂക്ഷിച്ചിരിക്കുന്ന വോൾട്ടിന്റെ ലൊക്കേഷൻ എസിയോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. 2 പീസ് ഓഫ് ഈഡൻ ഉണ്ടെങ്കിലേ ആ വോൾട്ട് തുറക്കൂ. ഇതുകൂടാതെ പ്രോഫറ്റ് അല്ലെങ്കിൽ ചോസൺ വണ്ണായ ഒരാൾക്ക് മാത്രമേ ആ വോൾട്ടിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇതാണ് റോഡ്രിഗോ ബോർജയുടെ ലക്ഷ്യമെന്നും അതിന് വേണ്ടുന്ന ആപ്പിൾ ഓഫ് ഈഡനും സ്റ്റാഫ് ഓഫ് ഈഡനും അയാളുടെ കയ്യിലാണെന്നും എസിയോ മനസ്സിലാക്കുന്നു. തുടർന്ന് എസിയോ റോഡ്രിഗോയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഫൈറ്റിനൊടുവിൽ റോഡ്രിഗോ രക്ഷപ്പെടുകയും ആപ്പിൾ ഓഫ് ഈഡൻ എസിയോയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എസിയോയിനെ സഹായിക്കാനായി ബാക്കിയുള്ള എല്ലാ അസാസിൻസും അവിടെ എത്തുന്നു. തുടർന്ന് എസിയോ ആണ് പ്രോഫറ്റ് അഥവാ ചോസൺ വൺ എന്ന് അവർ എസിയോയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു.
മോതിയ വിരലിൽ അസാസിനായി മാർക്ക് ചെയ്ത് ലീപ്പ് ഓഫ് ഫെയ്ത്ത് സെറമണിയിലൂടെ എസിയോ ഒരു ഒഫീഷ്യൽ അസാസിനായി മാറുന്നു. ക്രിപ്റ്റക്സിലൂടെ വോൾട്ടിന്റെ ലൊക്കേഷൻ റോമിലെ വെത്തിക്കാനയിലാണെന്ന് എസിയോയ്ക്ക് മനസ്സിലാകുന്നു. റോഡ്രിഗോ ബോർജയുടെ കയ്യിൽ നിന്ന് സ്റ്റാഫ് ഓഫ് ഇഡൻ വാങ്ങാൻ വേണ്ടി എസിയോ അവിടെ ചെല്ലുന്നു. അവിടെ റോഡ്രിഗോ ബോർജെ സ്റ്റാഫ് ഓഫ് ഇഡന്റെ പവർ ഉപയോഗിച്ച് എസിയോനെ തോൽപ്പിക്കുമെങ്കിലും വോൾട്ട് തുറക്കാൻ സാധിക്കില്ല. എസിയോ തിരിച്ചു വന്ന് ഒരു ഫിസ്റ്റ് ഫൈറ്റിലൂടെ റോഡ്രിഗോ ബോർജയെ തോൽപ്പിക്കുന്നു. റോഡ്രിഗോയെ കൊന്നാലും തനിക്ക് നഷ്ടപ്പെട്ട കുടുംബം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസിയോ അയാളെ വെറുതെ വിടുന്നു. ആപ്പിൾ ഓഫ് ഇഡനും സ്റ്റാഫ് ഓഫ് ഇഡനും ഉപയോഗിച്ച് പ്രോഫറ്റായ എസിയോ ആ വോൾട്ട് തുറക്കുന്നു. പക്ഷേ എസിയോ അവിടെ കാണുന്നത് താൻ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അവിടെ എസിയോ മിനർവ എന്ന രൂപത്തെ കാണുന്നു. മനുഷ്യനുണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സ്പീഷ്യസ് ആണ് താനെന്നും ഒരു സോളാർ ഫ്ലെയറിലൂടെ നശിച്ചു പോയതാണെന്നും എസിയോയോട് പറയുന്നു. പക്ഷേ ഇതുപോലെ ഒരു സോളാർ ഫ്ലെയർ ഇനിയും ഉണ്ടാകുമെന്ന് മിനർവ പറയുന്നു. ഡെസ്മണ്ടിന് വേണ്ടിയായിരുന്നു മിനർവ ഈ ഒരു കാര്യം പറഞ്ഞത്. ആരാണ് ഡെസ്മണ്ട് എന്നും മിനർവ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്ത എസിയോ തിരിച്ചു പോകുന്നു. ആപ്പിൾ ഓഫ് ഇഡൻ സുരക്ഷിതമാക്കാൻ വേണ്ടി പറഞ്ഞ് അങ്കിൾ മേരിയോയുടെ കയ്യിലേൽപ്പിക്കുന്നു. പിന്നീട് അസാസിൻസ് ക്രീഡ് ബ്രദർഹുഡ് എന്ന സീരീസിലൂടെയാണ് ബാക്കിയുള്ള എസിയോയുടെ കഥ പറയുന്നത്. ജനുവരി 2, 1500 റോഡ്രിഗോ ബോർജയുടെ മകനായ സിസേറിയ ബോർജെ അങ്കിൾ മാരിയോയും എസിയോയും താമസിക്കുന്ന കാസ്റ്റിലിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തുകയാണ്. പ്രതീക്ഷിക്കാതെ നടത്തിയ ആക്രമണമായതുകൊണ്ട് തന്നെ സിസേറിയ ബോർജയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധിച്ചു. സിസേറിയ ആപ്പിൾ ഓഫ് ഇഡൻ കൈക്കലാക്കുകയും ചെയ്യുന്നു. അങ്കിൾ മാരിയോയെ പിടിച്ചു വെച്ച് സിസേറിയ അദ്ദേഹത്തെ കൊല്ലുന്നു. എസിയോ ഇത് കണ്ട് ഓടിച്ചെന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും സാധിക്കുന്നില്ല. എസിയോയും കുടുംബവും ഒരു സീക്രട്ട് പാസേജിലൂടെ രക്ഷപ്പെടുന്നു. തുടർന്ന് എസിയോ റോമിലേക്ക് പോയി തന്റെ സുഹൃത്തും മറ്റൊരു അസാസിനുമായ നിക്കോളോയെ കാണുന്നു. റോമിന്റെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റിയും എസിയോയുടെ പുതിയ ശത്രുവായ സിസേറിയ ബോർജയെ പറ്റിയും നിക്കോളോ എസിയോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് റോമിൽ വെച്ചാണ് എസിയോ തന്റെ അസാസിൻസ് ബ്രദർഹുഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ബ്രദർഹുഡിൽ പുതിയ അസാസിൻസിനെ റിക്രൂട്ട് ചെയ്യുകയും പിന്നീട് എസിയോയുടെ കയ്യിൽ നിന്നും ട്രെയിനിങ് ലഭിച്ച് ലോകമെമ്പാടും അസാസിൻസിനെ അയക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബ്രദർഹുഡിന്റെ വളർച്ചയോടെ റോമിൽ ബോർജ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കുറയാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ സിസേറിയ ബോർജയും അച്ഛൻ റോഡ്രിഗോയും തമ്മിലുള്ള മീറ്റിംഗിൽ സിസേറിയെ വിഷം കൊടുത്തു കൊല്ലാൻ റോഡ്രിഗോ തീരുമാനിക്കുന്നു. എന്നാൽ റോഡ്രിഗോ ബോർജയുടെ വഞ്ചന മനസ്സിലാക്കുകയും തുടർന്ന് റോഡ്രിഗോയെ കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് ആപ്പിൾ ഓഫ് ഇഡൻ ഒളിപ്പിച്ചു വെച്ചിടത്തേക്ക് സിസേറിയ ചെല്ലുന്നു. എന്നാൽ സിസേറിയ ബോർജെ ആപ്പിൾ ഓഫ് ഇഡൻ കൈക്കലാക്കുന്നതിന് മുൻപ് തന്നെ എസിയോ അതിസമർത്ഥമായി തന്നെ തന്റെ കൈവശമാക്കുന്നു. സിസേറിയ ബോർജെ ഇവിടെയും എസിയോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. എസിയോയ്ക്ക് ആപ്പിൾ ഓഫ് ഇഡൻ പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആപ്പിൾ ഓഫ് ഇഡന്റെ ആവശ്യം കഴിഞ്ഞെന്നും അത് ഒളിപ്പിച്ചു വെക്കാൻ സമയമായെന്നും എസിയോയ്ക്ക് ഒരു വെളിപാടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എസിയോ ആപ്പിൾ ഓഫ് ഇഡൻ റോമിലെ കൊളോസിയം വോൾട്ടിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കുന്നു. സിസേറിയ ബോർജെ വേണ്ടിയുള്ള വേട്ടയായിരുന്നു പിന്നീട് നടന്നത്. അങ്ങനെ 1507 എസിയോ സിസേറിയ ബോർജയെ കണ്ടുപിടിക്കുകയും ഒരു മതിലിന് മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഭാവിയിലുള്ള തനിക്കറിയാത്ത ഒരു അസാസിന് വേണ്ടി ഈഗിൾ വിഷൻ ഉള്ളവർക്ക് മാത്രം തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊളോസിയം വോൾട്ടിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രദർഹുഡ് അവസാനിക്കുന്നത്. പിന്നീട് അസാസിൻസ് ക്രീഡ് റെവലേഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്വതയെത്തിയ പ്രായം ചെന്ന ബുദ്ധിശാലിയായ ഒരു എസിയോയാണ്. ആദ്യത്തെ 2 ഗെയിമുകളിൽ പ്രതികാരത്തിന് വേണ്ടിയാണ് എസിയോ പോരാടുന്നതെങ്കിൽ അസാസിൻസ് ക്രീഡ് റെവലേഷൻസിൽ സത്യം തേടിയുള്ള യാത്രയാണ് എസിയോ നടത്തുന്നത്. അൽത്തേർ നിർമ്മിച്ചിട്ടുള്ള മാസിവ് സെൻട്രൽ കീപ്പ് ലൈബ്രറി അന്വേഷിച്ചുള്ള യാത്രയാണ് എസിയോയുടേത്. മാസിവ് സെൻട്രൽ കീപ്പ് തുറക്കണമെങ്കിൽ 5 കീകളുടെ ആവശ്യമുണ്ടെന്ന് എസിയോ മനസ്സിലാക്കുന്നു. കോൺസ്റ്റന്റാനിബോളിലേക്ക് യാത്ര തിരിച്ച എസിയോ മാസ്റ്റർ ഓഫ് അസാസിൻ യൂസഫ് ദാസിമിനെയും ഒരു ലൈബ്രറി കീപ്പറായ സോഫിയയെയും പരിചയപ്പെടുന്നു. അവരുടെ സഹായത്തോടെ എസിയോ 4 കീകളും കണ്ടെത്തുന്നു. 5ാമത്തെ കീ എസിയോ കണ്ടെത്തിയെങ്കിലും അവിടുത്തെ പ്രിൻസായ സുലൈമാനിന്റെ അങ്കിൾ അഹമ്മദ് എന്ന ആൾ എസിയോയോട് കീ ആവശ്യപ്പെടുന്നു. ഇതിന് എസിയോ സമ്മതിക്കാത്തതിനാൽ അഹമ്മദ് കോൺസ്റ്റന്റ് ആനിബോൾ അറ്റാക്ക് ചെയ്ത് മാസ്റ്റർ ഓഫ് അസാസിൻ യൂസഫ് ദാസിമിനെ കൊല്ലുന്നു. സോഫിയെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എസിയോ തന്റെ ഒറ്റ സുഹൃത്തിന്റെ മരണത്തിൽ കുപിതനായി അഹമ്മദിനെ കൊല്ലാൻ പോകുന്നു. അവിടെ വെച്ച് എസിയോ സോഫിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നീണ്ട ഫൈറ്റിന് ശേഷം അഹമ്മദിനെ എസിയോ കീഴ്പ്പെടുത്തുന്നു. അഹമ്മദിനെ കൊല്ലാതെ അയാളുടെ വിധി രാജകുടുംബം തന്നെ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എസിയോ മാസിവ് സെൻട്രൽ കീപ്പിലേക്ക് പോകുന്നു. മാസിവ് സെൻട്രൽ കീപ്പ് തുറന്ന് എസിയോ താൻ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് കണ്ടത്. തൻ്റെ യാത്രകൾക്ക് തുടക്കം കുറിച്ച അൽത്തയറിൻ്റെ അസ്ഥികൂടം ഒരു കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. അവിടെ അൽത്തയറിൻ്റെ കയ്യിലുണ്ടായിരുന്ന മെമ്മറി സീലിൽ അൽത്തയറിൻ്റെ അവസാന നിമിഷങ്ങളും സെൻട്രൽ കീപ്പിൽ ആപ്പിൾ ഓഫ് ഇഡൻ ഒളിപ്പിച്ചു വെച്ച വോൾട്ടും എസിയോ കാണുന്നു. ആപ്പിൾ ഓഫ് ഇഡനിലൂടെ ഫ്യൂച്ചർ അസാസിനായ ഡെസ്മണ്ട് മൈൽസിന് സന്ദേശവും നൽകുന്നു. അവിടെയും ഒരു മെസ്സഞ്ചർ ആവാനായിരുന്നു എസിയോയുടെ വിധി. അൽത്തയറിൻ്റെ ജീവിതത്തിലുണ്ടായ ത്യാഗങ്ങൾ മനസ്സിലാക്കി എസിയോ ഡെസ്മണ്ടിനോട് താൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്നും താൻ ഒരു അസാസിനായിരിക്കെ കാണുന്നതും അനുഭവിക്കുന്നതും എന്താണോ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് തൻ്റെ അസാസിൻ എന്ന പദവി ഹിഡൻ ബ്ലേഡും ഗണ്ണും മറ്റു വെപ്പൺസും ഊരിമാറ്റിക്കൊണ്ട് ഉപേക്ഷിക്കുന്നു. പിന്നീടുള്ള കാലം എസിയോ സോഫിയയെ വിവാഹം ചെയ്ത് 2 മക്കളോടൊപ്പം ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അസാസിൻസ് ക്രീഡ് എംബേഴ്സ് എന്ന ചെറിയ ഒരു ആനിമേഷൻ വീഡിയോയിലൂടെയാണ് എസിയോയുടെ അവസാന നിമിഷങ്ങൾ കാണിച്ചു തരുന്നത്.
ഇതിനിടയിൽ എസിയോ തൻ്റെ പ്രിയ സുഹൃത്തായ ഡാവിഞ്ചിയെ കാണുന്നുണ്ട്. രോഗബാധിതനായ ഡാവിഞ്ചി എസിയോയുടെ മുൻപിൽ വെച്ചാണ് മരണമടയുന്നത്. ഇതിലൂടെ തൻ്റെ വർഷങ്ങളോളം നീണ്ടുനിന്ന സുഹൃത്ത് ബന്ധവും അവസാനിക്കുന്നു. എസിയോ തൻ്റെ അവസാന നിമിഷങ്ങൾ ആ ഗ്രാമത്തിൽ തള്ളി നീക്കുമ്പോഴാണ് ഷാവോ ജുൻ എന്ന ചൈനീസ് അസാസിനെ എസിയോ കാണുന്നത്. ചൈനീസ് അസാസിൻസ് ബ്രദർഹുഡ് ശക്തമാക്കാനുള്ള ഐഡിയകൾക്ക് വേണ്ടി എസിയോയെ കാണാനെത്തിയതായിരുന്നു ഷാവോ ജുൻ. ആദ്യം എസിയോ ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് എസിയോ ഷാവോ ജുനിനെ ട്രെയിൻ ചെയ്ത് പറഞ്ഞേക്കുന്നുണ്ട്. നിന്റെ ഡെസ്റ്റിനി നീ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എസിയോ ഷാവോ ജുനിനോട് അവസാനമായി പറഞ്ഞത്. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പാർക്കിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഹാർട്ട് അറ്റാക്ക് മൂലം എസിയോ മരണപ്പെടുന്നു. 65 കൊല്ലം നീണ്ടുനിന്ന ആ മഹാനായ അസാസിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നു. എസിയോ എന്ന അസാസിൻ ബാക്കി വെച്ച വാക്കുകൾ കാലങ്ങൾക്ക് ശേഷം ദ മോഡേൺ അസാസിനായ ഡെസ്മണ്ട് മൈൽസിന് പോലും വഴികാട്ടിയായി മാറിക്കഴിഞ്ഞു. എല്ലാവിധ സുഖങ്ങളും നിറഞ്ഞ കൗമാരം, പ്രതികാരം തീർക്കാനായി വിനിയോഗിച്ച യൗവനം, സത്യം തേടി നടന്ന വാർദ്ധക്യം, ഇതായിരുന്നു എസിയോയുടെ ജീവിതം. എസിയോ എന്ന ഈ ക്യാരക്ടർ അസാസിൻസ് ക്രീഡ് സീരീസിലെ ഒരു ഗോൾഡൻ ജെമ്മ് തന്നെയാണ്. എസിയോ എന്ന ക്യാരക്ടറിന് അസാസിൻസ് ക്രീഡ് എന്ന ഗെയിം സീരീസിൻ്റെ വളർച്ചയുമായി വലിയൊരു ബന്ധം തന്നെയുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ദ കിങ് ഓഫ് അസാസിൻസ് ഗെയിം സീരീസ്, Ezio Auditore da Firenze, and I am the Mr. Explainer signing off. Bye!